ഒന്ന് കഴിഞ്ഞു. എനിക്ക് ഭരതനാട്യം ഹയർ സെക്കൻഡറി ഗേൾസ് ഒന്ന് കഴിഞ്ഞു. ഇനി ഉച്ചക്ക് കേരള നടനമുണ്ട്. കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, അത് ജില്ലയിൽ സെക്കൻഡ് ആയിരുന്നു. അപ്പം അപ്പീൽ താങ്ക് യു. അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇന്നലെ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ ഡിജിക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് സെക്കൻഡാണ് കിട്ടിയത്. അപ്പോൾ അപ്പീൽ കൊടുത്ത സമയത്ത് അവിടുത്തെ DD സൂപ്രണ്ട് എന്നോട് കിട്ടാൻ സാധ്യതയില്ല, ഗ്രൂപ്പിനും അതുപോലെ അങ്ങനത്തെ ഗ്രൂപ്പിനല്ലാന്ന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് മീൻസ് അപ്പീൽ റിസൾട്ട് വന്ന സമയത്ത് എന്നാ ചെയ്ത് വെച്ചാൽ എനിക്കിപ്പോൾ 2 ഐറ്റം ഉണ്ട്, അതുപോലെ മറ്റൊരു കുട്ടിക്കും 2 ഐറ്റം ഉണ്ട്. അപ്പം തരുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം തരും, അല്ലെങ്കിൽ തരില്ല, ഒരേപോലെ തന്നെയല്ല എല്ലാവരും. അങ്ങനെ നമ്മൾ DG സൂപ്രണ്ടിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ 2 കുട്ടികൾക്കും തന്നിട്ടില്ല, മറ്റാർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ സാർ എന്നിട്ട് കോടതി വഴി അപ്പീൽ കൊടുത്തപ്പം കോടതിയിൽ നിന്നും റിജക്റ്റ് ചെയ്തു. കാരണം DD അപ്പീൽ ഹിയറിങ്ങിൻ്റെ റിസൾട്ട് വന്നതിൽ അത്ര സ്ട്രോങ് ആയിട്ടായിരുന്നു വന്നത്. എന്നാൽ എൻ്റെ മുന്നിൽ നിന്ന് അവർ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ മീൻസ് ഒരു തലേന്ന് ആണ് ഞാൻ അറിഞ്ഞത് മറ്റേ കുട്ടിക്ക് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സൂപ്രണ്ട് തന്നെ നമ്മളോട് ഇല്ല എന്ന് പറഞ്ഞു. അത്ര രഹസ്യമായിട്ട്, കാരണം അതെല്ലാം വലിയൊരു പൊസിഷനിലുള്ള ആൾക്കാരല്ലേ, അവരെന്നെ മറ്റൊരു കുട്ടീനോട് കള്ളം പറയുന്ന വെച്ചാൽ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അതിനെതിരെ, കാരണം ഞാൻ +2 ആണ്, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ കുച്ചിപ്പുടി വരുന്നുണ്ട്, ഭരതനാട്യം കേരള നടനം 3 വർഷമായിട്ട് ഞാൻ സ്റ്റേറ്റിൽ കളിക്കുന്നതാണ്. കുച്ചിപ്പുടി 3 വർഷവും തുടർച്ചയായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് കളിക്കണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് പറ്റിയില്ല. അവരത്ര സ്ട്രോങ് ആയിട്ട് നമുക്കെതിരെ നിന്നു. കോടതി വഴിയെ പോലും അപ്പീൽ കിട്ടാത്ത രീതിയിൽ ഓർഡർ വന്നു. അപ്പം അതിനെതിരെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിനെ കണ്ടു, DGനെ കണ്ടു, പരാതി കൊടുത്തു. റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കാസർഗോഡ് നിന്ന് വരുന്നതാണ്, അപ്പോൾ കാര്യങ്ങൾ ഇവർക്കും അറിയണ്ടേ, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ ഭരതനാട്യം കേരള നടനുണ്ട്, ഒരാൾക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ ഗുരു രാജ് മാസ്റ്റർ. ജില്ല ഏതായിരുന്നു? കണ്ണൂരായിരുന്നു? കാസർഗോഡ്. ഏത് ജില്ല കപ്പടിക്കുന്ന തോന്നുന്നേ? കോഴിക്കോടാണെന്ന് തോന്നുന്നു, കാരണം അവിടുന്ന് കുറേ കുട്ടികളുണ്ടല്ലോ. കോഴിക്കോടിനാണോ ചാൻസ് കൂടുതൽ? ഇതിലെന്തായാലും നല്ലൊരു പരിഹാരം അവർ കണ്ടെത്തട്ടെ. സെറ്റാവും, എല്ലാം സെറ്റാവും.